നമ്മള് ജബൽ ഇത്ലിബ് കണ്ടു. അതായത് സൗദി നബത്തിയൻ ഫാമിലിയുടെ ആ ഒരു വംശജരുടെ പാർലമെന്റ് കണ്ടു. അതിനുശേഷം ഇനി നമ്മൾ പോകുന്നത് അടുത്തൊരു സ്പോട്ടിലേക്കാണ്. ആ സ്പോട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. നമ്മൾ ഈ നബത്തിയൻ ഫാമിലിയുടെ അവസാനമായി ജീവിച്ചിരുന്ന സ്ത്രീയുടെ ശവകുടീരം കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. നമ്മൾ വീണ്ടും ബസ്സിൽ കയറി ആ സ്പോട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇന്നത്തെ യാത്രയിൽ മൊത്തം 4 സ്പോട്ടുകളാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. 4 സ്പോട്ടുകളെ നമ്മൾ ഇതിനകത്ത് വിസിറ്റ് ചെയ്യാൻ അവർ സമ്മതിക്കുന്നുള്ളൂ. ഒത്തിരി സ്പോട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ 4 സ്പോട്ടിലേ വിസിറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 4ാമത്തെ സ്പോട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകണം. ആദ്യം നമ്മൾ പോയത് ഏറ്റവും അവസാനത്തെ സ്പോട്ടിലാണ്. അതായത് ജബലൽ ഇത്രീബ്. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് ബാക്കിലോട്ട് വരികയാണ്. ഓക്കെ, ബാക്കിലോട്ട് വന്ന് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഈ വിസിറ്റിംഗ് അവസാനിപ്പിക്കും. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ രണ്ടാമത്തെ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സ്പോട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു ഫ്യൂ മിനിറ്റ്സിന്റെ യാത്രയേ ഉള്ളൂ. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. പക്ഷെ നമ്മൾ നടന്നു പോകാൻ അനുവദിക്കില്ല. നമ്മൾ ബസ്സിൽ മാത്രമേ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളെ കൂടെ റസാഖും മറ്റുള്ള 3 സൗദികളും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ബസ്സിനകത്ത് തന്നെ. അപ്പോൾ അവര് നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. പക്ഷേ ബസ്സിനകത്ത് അവര് ഒന്നും സംസാരിക്കില്ല, ഒരു വിവരണവും തരുന്നില്ല. പക്ഷെ അതിനകത്ത് റെക്കോർഡ് ഇട്ടിട്ടുണ്ട്. റെക്കോർഡിൽ കൂടി ഇങ്ങനെ നമുക്ക് പരിഭാഷ നൽകുന്നുണ്ട്. അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഇതില് കേൾപ്പിക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശബ്ദം അത്ര ക്ലിയറും അല്ല. അതുമല്ല ബസ്സിനകത്ത് കുറേ സ്ത്രീകളുള്ളത് കാരണം ക്യാമറ അങ്ങോട്ട് കാണിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പ്രശ്നം അവർക്കുണ്ടാവില്ല. പക്ഷെ എനിക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അത് അവരെന്തെങ്കിലും കംപ്ലയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ അത് ഒരു ഇഷ്യൂ ആവും എന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ ആ ബസ്സിനകത്തേക്കുള്ള സംഭവങ്ങളൊന്നും കൂടുതൽ കാണിക്കാതെ ഫ്രണ്ട് മാത്രം ഇങ്ങനെ കാണിക്കുന്നത്. എന്തായാലും നമ്മള് ആ സ്പോട്ടിൽ എത്താറായിട്ടുണ്ട്. ഇപ്പം ഈ കാണുന്ന പാറക്കെട്ടുകൾ കഴിഞ്ഞാലാണ് നമ്മൾ ഇനി പോകുന്ന സ്പോട്ട്. അടുത്ത് പോകുന്ന നമ്മളെ സ്പോട്ടിന്റെ പേര് ജബൽ അൽ ബനാത്ത് എന്നാണ്. അതായത് സ്ത്രീകളുടെ ശവകുടീരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ശവകുടീരത്തിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എന്തായാലും അത് അടിപൊളി കാഴ്ചയാണെന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സൗദി ഗവൺമെന്റ് ടൂറിസക്കാരും പറയുന്നത് അങ്ങനെയാണ്. ഇതാണ് ജബൽ അൽ ബനാത്ത്. എന്തായാലും നമ്മൾ ഇനി ഇതിനകത്തേക്കാണ് പോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ ബസ് ഇതാ ഇവിടെ കിടക്കുന്നു. നമ്മളവിടെ കൊണ്ടുവന്ന് ഇറക്കി. നമ്മുടെ ഡ്രൈവറാണ് അവിടെ നിൽക്കുന്നത്. നമുക്ക് ഡ്രൈവറെ അവസാനം പരിചയപ്പെടാം. ഇവിടെ അല്ലാതെ ഒരു വാഹനങ്ങളും ഇല്ല കേട്ടോ. ഇതിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെറു വാഹനം അവിടെ ഇട്ടിരിക്കുന്നത്, ഇലക്ട്രിക്കൽ വാഹനം. അതിന് പുറത്തുനിന്നൊന്നും വന്നതല്ല, ഇവിടെ ഇട്ടിരിക്കുകയാണ്. അത് ബിറ്റ്വീൻ ഈ മലകൾക്കിടയിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇനി ജബൽ അൽ ബനാത്ത് നമുക്ക് കാണാൻ പോവാം. ഈ കാണുന്നതാണ് ജബൽ അൽ ബനാത്ത്. ഇപ്പൊ നമ്മളെ റസാഖ് അവിടെ ഒരു മീറ്റിംഗ് പോയിന്റ് കണക്ക് വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് അറബിക്കിലാണ് ഇപ്പോ പുള്ളി ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളത് ഇതിൽ കേൾപ്പിക്കുന്നില്ല, അറബിക് ഭാഗം. എന്നാലും നമ്മൾ അത് ഇംഗ്ലീഷ് കേൾപ്പിച്ചിരുന്നു. ഇംഗ്ലീഷ് ആൾക്കാർക്ക് മനസ്സിലാവുമല്ലോ. നമ്മളെ മലയാളീസിനൊക്കെ ഇംഗ്ലീഷ് മനസ്സിലാവും. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഇത് ജബൽ അൽ ബനാത്ത്. ഇതിനകത്തൊരു അടിപൊളി കിടുക്കാച്ചി കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു വലിയ ഒരു പാറയാണ്. ഈ പാറയുടെ രൂപം മൊത്തം നമ്മൾ അടുത്തടുത്ത് ചെല്ലും തോറും നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൂടുതലും ഈ വിദേശ ആൾക്കാരാണ് കേട്ടോ. സൗദികൾ കുറച്ചേ ഉള്ളൂ. അവരും സൗദികളാണെന്നുണ്ടെങ്കിൽ അവരെയൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അവരും എല്ലാം ട്രൗസറൊക്കെ ധരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അറബ് സംസാരിക്കുന്നവരുടെ അടുത്തേക്ക് മാറി നിൽക്കുമ്പോഴാണ് അവര് അറബികളാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും നമുക്ക് ജബൽ ബനാത്തിലേക്ക് പോവാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ പോകുന്ന വഴിയിൽ നമ്മുടെ റസാഖ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എറൗണ്ട് 52 മറ്റോ ശവകുടീരങ്ങളുണ്ട്. അതിനകത്തു 26 മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.
അതായത് 26ാമത്തെ ശവകുടീരം എല്ലാം ഓപ്പൺ ആയി കിടക്കുകയാണ്. പക്ഷേ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നിലും നമ്മൾ കയറാൻ പാടില്ല. അതവർ കർശനമായിട്ട് നോക്കുന്നുണ്ട്. മറ്റേതിലെങ്കിലും നമ്മൾ കയറുന്നുണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും നമ്മൾ 26ാം നമ്പർ ലക്ഷ്യമാക്കി പോകുന്നത് നമ്മൾ ഈ പോകുന്ന ആദ്യത്തെ മക്ബറ, അതായത് ശവകുടീരം എന്ന് പറയുന്നത് 52ാമത്തെ എങ്ങാണ്ടാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് മല ചുറ്റി അവിടേക്ക് ചെന്നാൽ മാത്രമേ നമുക്ക് ഈ 26ാം നമ്പർ ശവകുടീരത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. കണ്ടല്ലോ, വലിയൊരു പാറയാണ്. അപ്പൊ ഈ പാറയുടെ ബാക്ക് സൈഡിലാണ് 26ാം നമ്പർ. ഇവിടെ 52ആണ്. നമ്മളിപ്പോ സ്ട്രെയിറ്റ് ചെല്ലുന്നത് 52ആണ്. നമ്മളിപ്പം 26ലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും 26ൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിനു മുമ്പ് ഈ പാറ എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കോ. ഈ പാറ തുരന്നിട്ടാണ് ശവകുടീരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. റസാഖ് നമുക്ക് തന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചു, അതായത് ഈ ചെറിയ ചെറിയ ശവകുടീരങ്ങളുണ്ട്, വലിയ രീതിയിലുള്ള ശവകുടീരങ്ങളുണ്ട്, വലിയ കൊത്തുപണികൾ ചെയ്ത ശവകുടീരങ്ങളുണ്ട്. ഇപ്പൊ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ കൂടുതൽ പൈസയുള്ളവർ നല്ല കൊത്തുപണികൾ ചെയ്തു അതിഗംഭീരമായ രീതിയിൽ ശവകുടീരങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും, അതിൽ പാവങ്ങളായിരുന്നവർ അതിന്റെ രീതിയിൽ മാത്രമേ, അതായത് അത്ര കൊത്തിപ്പണികളൊന്നും ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. എന്തോ എനിക്കതങ്ങോട്ട് വിശ്വാസ്യമായി തോന്നിയില്ല. പക്ഷെ അവർക്ക് ഈ പറയുന്ന സ്റ്റോറിയെല്ലാം അവരും കേട്ട് വളർന്നതാണല്ലോ. ഇപ്പൊ ഈ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള സ്റ്റോറി അല്ലേ. ഇപ്പം യഥാർത്ഥ സ്റ്റോറി ആർക്കും അറിയില്ല. പിന്നെ ഈ അവിടെ കിട്ടിയ സ്കെൽത്തനും അതും ഇതുമൊക്കെ നിന്നും പലവിധ പഠനങ്ങളൊക്കെ നടത്തി അതിന്റെ രൂപങ്ങളും അതിന്റെ മറ്റുള്ള ഇതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഹിസ്റ്ററി ഇത് എങ്ങനെയാണ്, സത്യമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും അങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് എനിക്കറിയില്ല. പണക്കാരനും പാവപ്പെട്ടവനും എന്നുള്ള ഒരു വേർതിരിവില്ല. എന്തായാലും നമുക്ക് അതിന്റെ അടുത്തേക്ക് പോകാം. നമുക്ക് അടുത്തേക്ക് നടക്കാൻ കുറച്ചുണ്ട് കേട്ടോ. നടന്ന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബസ് വളരെ ദൂരെയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്ന് മാത്രമേ അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും വാഹനമില്ല. വാഹനത്തിൽ നടന്നു പോകാനും പറ്റില്ല, വാഹനത്തിൽ പോകാനും പറ്റില്ല, സോറി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കാണുന്ന മക്ബറകളെല്ലാം കഴിഞ്ഞു വേണം നമ്മൾ പോകാൻ. അവിടെ ഇങ്ങനെ മക്ബറകൾക്ക് നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്നുമില്ല, മരുഭൂമിയാണ്. നിങ്ങൾ കണ്ടല്ലോ, ഈ മരുഭൂമിയിൽ ഈ ഒരു പാറ മാത്രമേ ഉള്ളൂ. ഇതിനകത്തേക്കൊന്നും കയറി വീഡിയോ എടുക്കാൻ പാടില്ല, കയറരുതെന്നാണ് നമ്മളടുത്ത് സ്ട്രിക്റ്റ്ലി അവർ പറഞ്ഞിട്ടുള്ളത്. അവർ നമ്മുടെ ടൂറിന്റെ ബിഗിനിങ്ങിൽ തന്നെ അത് നമ്മളെ പറഞ്ഞു, മനസ്സിലാക്കി തന്നു. ഒരു സ്ഥലത്തേക്ക്, നമ്മൾ പോകുന്ന സ്ഥലത്തല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകാൻ പാടില്ല, ഇങ്ങോട്ടും എൻട്രി ചെയ്യാൻ പാടില്ല. എനിക്കൊന്ന് അവിടെയൊക്കെ പോയി വീഡിയോ എടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഒരു രീതിയിലും അനുവദിക്കുന്നില്ല. ഫ്രണ്ടിൽ നിന്ന് റസാഖ് പോകുന്നു, ബാക്കിൽ നിന്ന് വേറെ 3 സൗദികൾ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി കൂടുതൽ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറല്ലായിരുന്നു അവിടേക്ക് പോകാനൊന്നും. എന്തായാലും നമുക്ക് 26 നമ്പർ ലക്ഷ്യമാക്കി ഇങ്ങനെ നടക്കാം. കണ്ടല്ലോ, വെറും മരുഭൂമിയാണ്. ഇവിടെയൊക്കെ വീടുകളും കിണറുകളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് റസാഖ് പറയുന്നത്. എന്തോ എനിക്ക് അറിയില്ല. നമുക്ക് നോക്കാം. പക്ഷെ അതിന്റെ ഒന്നും ഒരു, എന്താ പറയാ, അടയാളങ്ങളൊന്നും അവിടെ കാണുന്നില്ല. ഈ കിണറും വീടും ഒക്കെ ഉണ്ടായിരുന്നതിന്റെ ഒരു ഒന്നും കാണുന്നില്ല. പക്ഷെ ചിലപ്പോൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നിരിക്കാം. അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റസാഖ് പറഞ്ഞത്. ഇതൊന്നും ആയിട്ടില്ല. ഇതിപ്പം ജസ്റ്റ് ഇപ്പൊ ഫ്യൂ ഇയേഴ്സ് മുമ്പാണ് ഇത് തുറന്നു കൊടുത്തത്. അപ്പോ അവര് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനി അടുത്ത വർഷം ഇത് 26ാം നമ്പർ അടച്ചിട്ട് അടുത്ത ചിലപ്പം 12ഓ 14ഓ ആ മക്ബറകളൊക്കെ, അതായത് ആ ശവകുടീരങ്ങളൊക്കെ തുറക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ 26ാം നമ്പറിൽ മാത്രമേ നമുക്ക് എൻട്രൻസ് ഉള്ളൂ കേട്ടോ. അത് ഈ കാണുന്നത് 32ആണ്. ഇത് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് 26 വരുന്നത്. നോക്കി, ഈ അന്ന് എങ്ങനെയാണ്, ഇന്ന് മണ്ണിലൊക്കെ അല്ലേ, മണ്ണിലാണല്ലോ നമ്മൾ മറമാടുക. ഇത് എങ്ങനെയാണ് പാറയ്ക്കുള്ളിൽ മറമാടിയെന്നുള്ളത് എനിക്കറിയില്ല. അതും അതിവിശാലമായ ഒരു മക്ബറകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ഡോറുകളൊന്നും ഇല്ലായിരുന്നു. ഞാൻ അതും ചോദിച്ചു. പറയുന്നത് അതിനൊക്കെ തടിയുണ്ടോ അല്ലെങ്കിൽ പാറ ഉണ്ടോ ഒക്കെ ഡോർ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ്
റസാഖ് പറഞ്ഞത്. കണ്ടോ, ഇതൊരു വലിയൊരു പാറ. ഈ പാറയുടെ അടിഭാഗത്താണ് ഇത് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ശവകുടീരത്തിന്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ, കീപ് വാച്ചിങ്. ബൈ.